അങ്ങനെ ദേ വീണ്ടും ഒരു വെള്ളയപ്പം ഡേ ആണ് വന്നേക്കണത്. ഞങ്ങൾക്ക് ഇവിടെ കൂടുതലും വെള്ളയപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറിയൊക്കെ കഴിക്കാനായിട്ടാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അത് കണ്ടിട്ട് മുട്ടയായിരിക്കും വെള്ളയപ്പത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുക കേട്ടോ. അപ്പം ദേ അപ്പത്തിൻ്റെ മാവ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ അമ്മച്ചി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കിയൊക്കെ വെക്കുവാണ് കേട്ടോ. അങ്ങനെ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതൊന്നും വീഡിയോ എടുക്കാൻ ഒത്തില്ല. എന്തായാലും തിരക്കായിരുന്നു. അപ്പം ദേ യോക്കുട്ടിയുടെ റോൾ നമ്പർ 15 ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെക്കൊണ്ട് 15 വരെ ഉണ്ടാക്കിച്ചായിരുന്നു. അങ്ങനെ ഒരു മുട്ടക്കുറുമയാണ് സെറ്റാക്കിയത്. അതൊക്കെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് യോക്കുട്ടൊക്കെ ലഞ്ച് പാക്ക് ചെയ്ത് കൊടുത്തത് ചോറും ചെമ്മീൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അപ്പൻ ഞണ്ടും ചെമ്മീനും കൊണ്ടുവന്നായിരുന്നു. ഞണ്ടിനൊക്കെ ജീവനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ക്ലീനാക്കി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് യോക്കുട്ടനെ വിളിക്കാൻ വേണ്ടി പോയേ. യോക്കുട്ടനെ വിളിച്ചിട്ട് ഞാൻ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും അമ്മ അതിൻ്റെ ഒരു ബിരിയാണി റൈസ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം യോക്കുട്ടൊക്കെ കുറച്ച് ഹോംവർക്ക് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയതിന് ശേഷം ഡിന്നർ കഴിച്ചിട്ടാണ് ഞണ്ട് കറിയും കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ.